വയനാട്ടിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് കനത്ത വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു. അത് രൂക്ഷമാണ് ഈ വെള്ളക്കെട്ട്. കബരിപ്പുഴയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്ര പരിസരം. സുർജിത്ത് അയ്യപ്പത്ത് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, വിശദാംശങ്ങൾ പറയൂ. SKN മഴ പൂർണ്ണമായും വയനാട്ടിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വള്ളിയൂർക്കാവാണ്. വള്ളിയൂർക്കാവിൽ ഉപക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് വലിയ വെള്ളക്കെട്ട്, മറുഭാഗത്ത് കബനിപ്പുഴയാണ്. നടുവിലൂടെ റോഡ് കടന്നു പോകുന്നു. ആ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ആ കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് ഉപക്ഷേത്രം. ഉപക്ഷേത്രത്തിന്റെ അവസ്ഥ ഈ വിധത്തിലാണ്. ശക്തമായി മഴ പെയ്താൽ കബനിപ്പുഴ കരകവിയും. അതേ തുടർന്ന് ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന അനുഭവമാണ് ഇവിടെയുള്ളത്. ഈ പരിസരത്തെല്ലാം തന്നെ വെള്ളക്കെട്ടാണ്. എങ്ങോട്ട് പോകാൻ ആളുകൾക്ക് കഴിയാത്ത സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് ഒരു 5 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു മാർക്കറ്റുണ്ട്. ആഴ്ച ചന്തയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ടൂറിസം വകുപ്പിൻ്റെ കോടികൾ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ പ്രവർത്തനമേ നടക്കുന്നില്ല. ആ കാഴ്ച കൂടി നമുക്ക് കാണാം. അങ്ങനെ ഒരു ഉയർന്ന പ്രതലത്തിൽ നിർമ്മിച്ച ഒരു ആഴ്ച ചന്തയാണിത്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ പോലും പാലമിടേണ്ട അവസ്ഥയാണ്. അതാണ് ഇവിടുത്തെ ഒരു പൊതുചിത്രം. ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇന്നത്തെ അവസ്ഥയും എന്തായിരുന്നു? ഇന്നലത്തേക്കാളും കുറച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ടീഷനാണുള്ളത്. പുഴ കവിഞ്ഞൊരിക്കലും കൂടാനാണ് സാധ്യത. ഇനി വെള്ളം കൂടാനുള്ള സാധ്യത കൂടുകയാണെങ്കിൽ റോഡ് ബ്ലോക്ക് ആവും വേണ്ടിയിട്ട്. എനിക്കൊരു 10 കവർ ചെയ്തു. ഒരു 45 വർഷത്തെ പരിചയം എനിക്ക് ഇവിടെ ഉണ്ട്. ആ ഇതിൽ പറയാണ് ആ കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. മഴ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യത. അത് കവർ ചെയ്താണ്. 18 കവർ ചെയ്താണ്. കവർ ചെയ്തിട്ട് ഇതിൻ്റെ മുളഭാഗം വരെ മൂടിപ്പോയതാണ്. അതാണ് മാർക്കറ്റിൻ്റെ ഒരു പോകാറില്ല. ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. 15 വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ഉത്സവകാലങ്ങളിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആഴ്ച ചന്ത ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ അതൊന്നും ഇത് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെയുള്ളത് എന്തായാലും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ഞാനിപ്പോൾ ആ കബനിപ്പുഴ കൂടി ഒന്ന് കാണിക്കാം. SKN കബനി പുഴയാണ് ഈ ഭാഗത്ത്. അതായത് കബനിപ്പുഴയ്ക്കും ഈ വയൽശേഖരത്തിനും ഇടയിലാണ് ഈ റോഡ് കടന്നു പോകുന്നത്. കബനിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. ഇത് പലയിടത്തും വെള്ളക്കെട്ടുണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത്രമാത്രം വലിയ മഴപ്പെയ്ത്ത് വയനാട്ടിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മുൻകരുതൽ നടപടികളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇവിടെ അവധിയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പൊതുചിത്രം. ആ ചിത്രം കൃത്യമായ രീതിയിൽ തന്നെ വള്ളിയൂർക്കാവിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. താഴ്ന്ന പ്രദേശങ്ങൾ എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത്. SKN. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.